ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻമുട്ട. മീൻമുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീൻമുട്ട മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ല. ഇന്നിപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ചൂര മീനില്ലേ, ചൂര മീനിൻ്റെ ടൂണയുടെ മുട്ടയാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്ക് അത് ഭയങ്കര കാര്യമാണ്. അപ്പം കുറേ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് റെസിപ്പി ഒന്നും ഇടാൻ പറ്റുന്നില്ല. അവൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരുടെ ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ വേറെ കുറച്ച് ജോലി തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കുഞ്ഞ് റെസിപ്പിയാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു സാധനം. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 2 വട്ടയില എടുത്തിട്ടുണ്ട്. ഈ വട്ടയിലയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് അധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മമ്മ ഇതിങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. അത് മുട്ട എങ്ങനെ ഉണ്ടാക്കി തരുന്നത്, അമ്മ എങ്ങനെ ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞാൽ വട്ടയിലക്കകത്ത് ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വട്ടയിലക്കകത്ത് വെച്ചിട്ട് കനലിൽ ചുട്ടെടുത്ത് തരികയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ കനലില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തവയിൽ, അതായത് നമ്മുടെ എന്താ പറയുക, മീനൊക്കെ വറക്കുന്ന തവയിൽ അല്ലെങ്കിൽ ചപ്പാത്തി തവയിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തേങ്ങ, അതായത് ഇത് 6 പീസ് 6 മീനിൻ്റെ മുട്ടയുണ്ട്. ഇതിൻ്റെ സൈസ് കണ്ടല്ലോ, അതിപ്പോൾ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. 6 മീനിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്, കഷ്ടിച്ച അരമുറി തേങ്ങയോളം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ, ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെയാണ് ചേർത്തിരിക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ മുട്ട എടുക്കുന്നുണ്ട്, അത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ തോരനൊന്നും ഉണ്ടാക്കുന്ന പോലെ അത്രയും മിക്സ് ചെയ്യാനൊന്നും വേണ്ട. ജസ്റ്റ് കാരണം നമ്മൾ വാരി വെക്കുമ്പോൾ അങ്ങനെ വെക്കുള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ ഓരോ ഇലയിലായിട്ട് എടുക്കുകയാണ്. ആദ്യത്തെ ഇലയിൽ ഇപ്പം നമ്മൾ 6 ഉള്ളതുകൊണ്ട് പകുതി വെച്ച് എടുക്കാം. അപ്പം ആദ്യത്തെ ഇലയിൽ ഒരെണ്ണം വെച്ച് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ഇതിനകത്ത് പകുതിയായിട്ട് പോകണം. നമ്മളിതിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ചെറിയ വട്ടയിലാണ്. ഇവിടെ എല്ലാം തപ്പിട്ട് നമുക്ക് അത്ര വലിയ വട്ടയിലൊന്നും കിട്ടിയില്ല, ചെറിയ വട്ടയിലാണ് കിട്ടിയത്. നാട്ടിലാണെങ്കിൽ നമ്മൾ വാഴനാര് കൊണ്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വാഴനാരും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓലനാര് കിട്ടി, അതുകൊണ്ട് തന്നെ കെട്ടുകയാണ്. ഓലക്കാറിൻ്റെ ഒരു പോർഷൻ കൊണ്ട് കെട്ടുകയാണ്. എന്നിട്ട് നമ്മൾ ചെറിയ ഈർക്കൽ കൊണ്ട് ഇതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. നമ്മൾ ഇതൊരു പാക്കറ്റ് പോലെ ആയിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ എടുത്തു. ഇത്രേ ഉള്ളൂ, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ആദ്യം ഇത് കല്ല് വെക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് തീ കുറയ്ക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും സാധനം. അടപ്പുണ്ടെങ്കിൽ ഇതിൽ ചേരുന്ന അടപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് വേവും. ഇതിൻ്റെ അടപ്പൊന്നും അല്ല ഇത് കേട്ടോ. വെന്ത് വരുന്നുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകാതെ നോക്കണം. ഇല കരിഞ്ഞു പോയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ഈ സാധനം കിട്ടില്ല.
ആ ഏകദേശം സാധനം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഭാഗ്യം ഇല ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അറിയും. കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ, നന്നായിട്ട് വേണം. ഏകദേശം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് എടുക്കാം. കാരണം വെന്ത് കഴിഞ്ഞു, സാധനം വെന്ത് കഴിഞ്ഞു. ഇത് കണ്ടില്ല, നമ്മൾ അമർത്തുമ്പോൾ അതിനകത്ത് വലിയ വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ല. അതിന് കംപ്ലീറ്റായിട്ട് ഡ്രൈ ആയി സാധനം. നമ്മളത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണേ. ഭാഗ്യത്തിന് ഇലയൊന്നും പൊട്ടിയില്ല, കുഴപ്പമില്ലാതെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെ എടുത്ത് മാറ്റി ഓലയുടെ കെട്ടായത് കാരണമേ പേടിയായിരുന്നു സാധനം അത്ര നേരം നിൽക്കുമെന്നുള്ളത്. ഏതായാലും നിന്നു, കുഴപ്പമില്ല. ഇതേ നല്ല വെന്ത് നമ്മൾ എണ്ണയിലിട്ട് ഇത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമാതിരി പൊട്ടി ഉടഞ്ഞു പോകും. പക്ഷേ ഇത് രണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് ആ സാധാരണ നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്ന ആ ഒരു ഇത് വരില്ല. ഇത് ആ ഒരു അങ്ങനെ ക്രിസ്പി ആയിട്ട് പോവില്ല. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം.